സാംസൺ തന്റെ റോൾ നന്നായി നിർവഹിച്ചു. ടീമിന് മികച്ച തുടക്കം നൽകി. ഇന്ത്യ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. സിംബാബ്വെക്കെതിരെ സഞ്ജു ഔട്ടായതിനു ശേഷം ദിനേഷ് കാർത്തിക് കമന്ററി ബോക്സിലൂടെ പറഞ്ഞ വരികളാണിത്. കാർത്തിക് ആ വാക്കുകൾ ഉച്ചരിക്കുന്നത് ഏമാൻ ടെലിവിഷൻ സ്ക്രീനിൽ ഇന്ത്യൻ ടീമിന്റെ ഡെഗൌട്ട് ദൃശ്യമായി. ഹെഡ് കോച്ച് ഗംഭീറും മറ്റ് ടീമംഗങ്ങളും സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന കാഴ്ച ലോകം കണ്ടു. കാർത്തികിന്റെ പ്രസ്താവനയോട് ടീം ഇന്ത്യ പൂർണ്ണമായും യോജിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. സഞ്ജു വലിയൊരു സ്കോർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ ആനന്ദം 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ദക്ഷിണാഫ്രിക്കയോട് പോരിനിറങ്ങിയപ്പോൾ ദിശബോധമില്ലാതെ വലഞ്ഞ ഇന്ത്യൻ ടീം വീണ്ടും ട്രാക്കിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച സഞ്ജുവിനെ നാം അഭിനന്ദിച്ചേ മതിയാകൂ. ഓപ്പണർമാരിൽ നിന്ന് മികച്ച തുടക്കങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നതാണ് ഈ ലോകകപ്പിൽ ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി. ആദ്യ ഓവർ സ്പിന്നർമാർക്ക് നൽകുക എന്ന തന്ത്രത്തിലൂടെ എതിർ ടീമുകൾ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. സഞ്ജുവിനെ ഇറക്കിയതോടെ ഈ 2 പ്രശ്നങ്ങൾക്കും ഒറ്റയടിക്ക് പരിഹാരമായി. ഇന്ത്യക്ക് സ്ഫോടനാത്മകമായ തുടക്കം കിട്ടി. 3-ാമത്തെ ഓവർ എറിയുമെന്ന് കരുതപ്പെട്ടിരുന്ന സിക്കന്ദർ റാസെ പവർ പ്ലേ കഴിയുന്നതുവരെ പന്ത് കൈകൊണ്ട് സ്പർശിച്ചതുമില്ല. പിച്ചിൽ ഈർപ്പമുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിംബാബ്വെ ബോൾ ചെയ്യാൻ തീരുമാനിച്ചത്. അവരുടെ ഓപ്പണിംഗ് ബൗളറായ മുസർബാനിയുടെ പേരിൽ മികച്ചൊരു റെക്കോർഡുണ്ടായിരുന്നു. ഈ ലോകകപ്പിൽ 10 പവർ പ്ലേ ഓവറുകൾ മുസർബാനി എറിഞ്ഞിരുന്നു. പക്ഷേ ഒരു ബൗണ്ടറി പോലും അയാൾ വഴങ്ങിയിരുന്നില്ല. അങ്ങനെയുള്ള മുസർബാനിയെ സഞ്ജു പുൾ ചെയ്ത് ലോങ് ഓണിന് മുകളിലൂടെ സിക്സർ അടിച്ചു. സ്ക്വയർ ലെഗിലൂടെ പായുന്ന പുൾ ഷോട്ടുകളെ മികച്ചതെന്ന് വിലയിരുത്താം. മിഡ് വിക്കറ്റിലൂടെ പറക്കുന്ന പുൾ ഷോട്ടുകളെ മഹത്തരമെന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ ആ ഇറ്റ് ലോങ് ഓണിന് മുകളിലൂടെ കളിക്കപ്പെട്ടാൽ അതിനെ അവിശ്വസനീയമെന്ന് മാത്രമേ വിളിക്കാനാകൂ. അതാണ് സഞ്ജുവിന്റെ പ്രതിഭ. റിച്ചാർഡ് എൻഗാരവയ്ക്കെതിരെ സഞ്ജു നേടിയ സിക്സർ അതിനേക്കാൾ ഛേദോഹരമായിരുന്നു. ഒരു കട്ട് ഷോട്ടിന് അനുയോജ്യമായ ബോളാണ് എൻഗാരവ എറിഞ്ഞത്. പക്ഷേ സഞ്ജു അതിനെ ബാക്ക് ഫുട്ടിൽ സ്ട്രൈറ്റായി ഹിറ്റ് ചെയ്തു. പതിവ് പോലെ തന്നെ ഒരു നിർണായക മത്സരത്തിനാണ് സഞ്ജു ചേപ്പോക്കിൽ ഇറങ്ങിയത്. എന്നിട്ടും നേരിട്ട 2-ാം പന്തിനെ അയാൾ ഗാലറിയിൽ നിക്ഷേപിച്ചു. സഞ്ജു എന്ന ധീരനായ ടീമാനെ ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു ഇത്. ഇഷാൻ കിഷാൻ ടീമിലുണ്ടായിട്ടും സഞ്ജുവാണ് വിക്കറ്റുകൾക്ക് കാവൽ നിന്നത്. ഈ ലോകകപ്പിൽ അവശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കുമെന്ന ഉറപ്പ് സഞ്ജുവിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ അയാൾ കൂടുതൽ കത്തിപ്പടരാൻ സാധ്യതയുണ്ട്. ടോസ് നടന്ന സമയത്ത് സഞ്ജു കളിക്കുന്നു എന്ന കാര്യം സൂര്യകുമാർ വെളിപ്പെടുത്തിയപ്പോൾ കാതടിപ്പിക്കുന്ന ആരവങ്ങളാണ് ചെന്നൈയിൽ ഉയർന്നു കേട്ടത്. മഹേന്ദ്ര സിംഗ് ധോണിയെപ്പോലെ ഒരു വലിയ ബ്രാൻഡായി സഞ്ജു രൂപപ്പെടാൻ പോകുന്നു എന്നതിന്റെ ഒരു വലിയ സിഗ്നൽ. 1996 ലോകകപ്പ് ഓർക്കുന്നില്ലേ? അന്ന് സെമി ഫൈനലും ഫൈനലിലും മികച്ച ഇന്നിംഗ്സ് കളിച്ചത് അരവിന്ദ ഡിസിൽവയായിരുന്നു. എന്നാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനത് ജയസൂര്യയായിരുന്നു. രമേശുമായി കൂട്ടുചേർന്ന് ജയസൂര്യ നൽകിയ തീപ്പൊരി തുടക്കങ്ങളാണ് ശ്രീലങ്കയെ ഒരു ചാമ്പ്യൻ സംഘമാക്കി മാറ്റിയത്. അതുപോലൊരു ദൗത്യമാണ് ഇപ്പോൾ സഞ്ജു നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. മത്സരം അവസാനിച്ചപ്പോൾ സഞ്ജുവിന്റെ ഏറ്റവും വലിയ വിമർശകനായ സുനിൽ ഗവാസ്കർ പറയുന്നത് കേട്ടു. ടീമിനു വേണ്ടിയാണ് സഞ്ജു വമ്പൻ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായത്. അയാൾ 50 നേടിയില്ലായിരിക്കാം. പക്ഷേ സഞ്ജുവിന്റെ ചെറുകിലേറിയാണ് ഇന്ത്യ ഇന്ന് പറന്നു തുടങ്ങിയത്.